ഹലോ, നമ്മളുടെ സ്മോൾ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളുടെ മെത്തേഡ് നമ്മൾ മോഡലിംഗ് ചെയ്യുക എന്നുള്ളത്. അത് അതേപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്കാ കോപ്പി അടിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള വെർഷൻ ഇറക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ റിസൾട്ട് കിട്ടും. ഇന്ന് അതേപോലുള്ളൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. നമുക്കറിയാം ആമസോണിൻ്റെ കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ. വലിയ ബ്രാൻഡാണ്, അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വലിയ കമ്പനികൾ ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അവരെ സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട്, കസ്റ്റമറെ കൺവിൻസ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അവരിത് വലിയ എക്സ്പേർട്ടുകളെ വെച്ച് പഠിച്ചും ഒരുപാട് ഡാറ്റ അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് അവർ ഇതേപോലുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് പോലെ നമ്മളുടെ വെർഷനിലൊരു മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ആമസോണിലൊരു ഓഫർ നടക്കാൻ എന്തോ പോവാണ്. ഈ പ്രൈം ഡേനോട് സംബന്ധിച്ച് ആമസോൺ പ്രൈം ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ നടക്കുന്നുണ്ട്. 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു ഓഫർ, 3 ദിവസത്തെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ആമസോണിൻ്റെ ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓഫറിനെ പറ്റിയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കാം. ഈ ഓഫർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആമസോണിനെ നോക്കി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെ ഓഫർ കൊടുക്കാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ സൈഡിലെ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതിൽ ആമസോൺ പ്രൈം ഡേയുടെ ഓഫർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിനൊരു ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓഫർ കൊടുക്കാൻ നേരത്ത് അത് ഒരു പ്രത്യേക ടൈം ലിമിറ്റ് അതിന് വേണം. ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇന്നതിൻ്റെ ഓഫർ എന്ന് ചിലവർ പറയും. പലരും ഓഫർ കൊടുക്കും, വാട്സപ്പിലൊക്കെ ഓഫർ കൊടുക്കും. പക്ഷേ ഒരു പ്രത്യേക ടൈം ലിമിറ്റഡ് ആയിട്ടല്ല കൊടുക്കുന്നത്. ആമസോൺ ഇത് ടൈം ലിമിറ്റഡ് ആയിട്ട് കൃത്യമായിട്ടാണ് കൊടുത്തേക്കുന്നത്. 12-ാം തീയതി മുതൽ 14-ാം തീയതി 13-ാം തീയതി എത്ര വരെയാണോ അത്രയും, 12 to 14 എന്നുള്ള കൃത്യമായിട്ടൊരു ഡേറ്റ് ഉണ്ട്. അതായത് 12-ാം തീയതി ഓഫർ സ്റ്റാർട്ട് ചെയ്യും, 14-ാം തീയതി അവസാനിക്കും. ഇത് കൃത്യമായിട്ടുള്ള പ്രത്യേക ടൈം ഡ്യൂറേഷൻ കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്നാലാണ് ആക്ഷൻ എടുക്കുകയുള്ളൂ. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ, പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഓൺലൈനിലൊന്നും ബിസിനസ് ചെയ്യുന്ന ആളല്ല. പുള്ളിയുടെ ഷോപ്പിൽ പുള്ളി ഓഫർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 365 ദിവസം ഓഫർ എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്യുന്നത്. കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ വലിയൊരു അബദ്ധമാണ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓഫറിന് എപ്പോഴും ഒരു ടൈം ലിമിറ്റ് വേണം. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നാളെ ആവട്ടെ, നാളെ കഴിഞ്ഞാവട്ടെ, അടുത്ത മാസം ആവട്ടെ, അടുത്ത മാസം സാലറി കിട്ടിയതിന് ശേഷം ആവട്ടെ, ഇനിയിപ്പോൾ സാലറി കിട്ടാൻ നേരത്ത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി അവർ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മൂഡ് മാറിയിട്ടുണ്ടായിരിക്കും. ഞാൻ ആമസോണിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. റിട്ടേണും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നേരത്ത് ആമസോൺ പണ്ട് ടൈമിൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഡെലിവറിയുടെ ടൈം ഒരുപാട് കൂടുതലായിരുന്നു. ഒരാഴ്ചയുടെയൊക്കെ മേളിൽ പിടിക്കുമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഓർഡർ ചെയ്ത കസ്റ്റമറുടെ മൂഡൊക്കെ പോയിട്ടുണ്ടാവും. ഇവർ ക്യാഷ് ഓൺ ഡെലിവറിയിലൊക്കെ ഓർഡർ ചെയ്യും. അവരുടെ അടുത്ത് ചെല്ലാൻ നേരത്ത്, ഡെലിവറി അസോസിയേറ്റുകൾ ഇവരുടെ അടുത്ത് ചെല്ലാൻ നേരത്ത് അവർ വേണ്ടെന്ന് പറയും. കാരണം മനുഷ്യരുടെ മൂഡ് പെട്ടെന്ന് മാറും. അപ്പോൾ നമ്മൾ 365 ദിവസവും ഓഫർ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആക്ഷൻ എടുക്കില്ല. എന്തിനിപ്പോൾ വാങ്ങണം, അടുത്ത ആഴ്ച ആവട്ടെ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാവട്ടെ, പതിയാവട്ടെ, ആലോചിച്ചിട്ടാവട്ടെ, ആളുകൾക്ക് ആക്ഷൻ എടുക്കാൻ ഒരു പ്രത്യേക റീസൺ വേണം. എന്നാൽ മാത്രമാണ് ആളുകൾ ആക്ഷൻ എടുക്കുകയുള്ളൂ. കൺസ്യൂമർ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഏത് എക്സ്പേർട്ടുകളുടെ ബുക്സ് നിങ്ങൾ വായിച്ചാൽ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേക ഒരു ആക്ഷൻ, ഒരു റീസൺ വേണം കസ്റ്റമർക്ക്. അതുകൊണ്ടാണ് ആമസോൺ ഇവിടെ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ എന്ന് കൃത്യമായിട്ട് കൊടുത്തേക്കണം. ഇനി രണ്ടാമത് നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, ഈ പ്രൈം ഡേയുടെ ഓഫറിൽ പഴയ പ്രൈസും അതിനോട് ചേർന്ന് തന്നെ പുതിയ പ്രൈസും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രൈം മെമ്പർ ആവണമെങ്കിൽ പഴയ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1499 രൂപയാണ്. പുതിയ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 999 രൂപ. അപ്പോൾ പഴയ കൂടിയ ഫീസിൻ്റെ കൂടെ, പഴയ കൂടിയ പ്രൈസിൻ്റെ കൂടെ പുതിയ ഓഫർ കാണിച്ചേക്കാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക വാല്യൂ ആയി. കാരണം ഇത് സ്പെഷ്യലായിട്ടുള്ള ഈ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഓഫറാണ്. അപ്പോൾ വെറുതെ നമ്മൾ 999 എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ആ പഴയത് അവിടെ മെൻഷൻ ചെയ്തിട്ട് വെട്ടിയിട്ടേക്കണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഉള്ളിൽ അതിന് വാല്യൂ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺ. മുമ്പ് 1500 ആയിരുന്നു, ഇപ്പോൾ 1000-ന് കിട്ടും.
ഏത് വരെ? 12 to 14. അപ്പോൾ ഇത് നിങ്ങളും ചെയ്യണം. നിങ്ങളൊരു പ്രത്യേക ഓഫർ കൊടുക്കാൻ നേരത്ത്, നിങ്ങൾ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഇതേപോലുള്ള ഓഫറുകൾ കൊടുക്കാൻ നേരത്ത് എപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസിനോട് ചേർത്ത് തന്നെ, ശ്രദ്ധിച്ച് കേട്ടോ, ഒറിജിനൽ പ്രീവിയസ് പ്രൈസ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. മുമ്പ് അതിൻ്റെ വില എത്രയായിരുന്നു, എന്നാലാണ് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കമ്പയർ ചെയ്ത് നോക്കാൻ എന്തെങ്കിലും വേണം അവരുടെ അടുത്ത്. ഈ തട്ടിച്ച് നോക്കിയാലാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇത് വാല്യുബിൾ ആണോ. ചിലപ്പോൾ അതൊരു പുതിയ കസ്റ്റമർ ആയിരിക്കും, പഴയ വിലേനെ പറ്റി യാതൊരു അറിവില്ലാത്ത ഒരാളായിരിക്കും. നമ്മളാണ് ബിസിനസ് ഓണറെങ്കിൽ നമ്മളുടെ തലയിൽ എല്ലാ ഹിസ്റ്ററി ഉണ്ട്. മുമ്പ് എത്രയാ, 2 മാസം മുമ്പ് എത്രയായിരുന്നു, അതിക്ക് 2 കൊല്ലം മുമ്പ് എത്രയായിരുന്നു, ഇതൊന്നും ഒരു പുതിയ കസ്റ്റമർക്ക് അറിയില്ല. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. പഴയ ഒറിജിനൽ പ്രൈസ് മെൻഷൻ ചെയ്തിട്ട് നമ്മളുടെ ഓഫർ പ്രൈസ് അതിനോട് ചേർത്ത് കാണിക്കണം. എന്നാലാണ് കസ്റ്റമർ ആക്ഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആമസോണിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറൊരു സംഗതി മനസ്സിലാക്കണം. ഇവിടെ വളരെ സിമ്പിളാണ് അവരുടെ ഓഫർ. ഏതൊരാൾക്ക് പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലാണ്. പഴയ ഫീസ് ഇത്രയാണ്, പുതിയത് ഇപ്പോൾ ഇത്രയാണ്. 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഓഫർ ഉള്ളത്. 14-ാം തീയതി സാധനം അവസാനിക്കും. കംപ്ലീറ്റ് സിമ്പിളായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഫർ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത്ര രൂപക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കിട്ടും, ഇന്ന ആൾക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ, ഇത്ര ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത്രേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ചാർജിന് ഇത് മാത്രമേ കിട്ടുള്ളൂ, പച്ച നീലയും മഞ്ഞയും കൂടി വേണമെങ്കിൽ ഇത്രയും കൂടി അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇതിപ്പോൾ ഏതാ പിക്ക് ചെയ്യേണ്ടത്? ഒരിക്കലും കസ്റ്റമേഴ്സിനെ കൺഫ്യൂസ് ആക്കരുത്. കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഫ്യൂസ്ഡ് മൈൻഡ് ഒരിക്കലും പേയ്മെൻറ്റ് തരൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ ചവിട്ടി അവിടെ നിർത്തും, ഹോൾഡ് ചെയ്യും, നിൽക്കട്ടെ, ഇത് ആകെ കൊളായിട്ട് കിടക്കുകയാണ്, എനിക്ക് മറ്റൊന്നും വായിച്ചിട്ട് മനസ്സിലാവണില്ല. ഒരിക്കലും കസ്റ്റമേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കരുത്. സിമ്പിളായിരിക്കണം എപ്പോഴും നിങ്ങളുടെ ഓഫറുകൾ. പെട്ടെന്ന് തന്നെ വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ഓഫർ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട് നമ്മളുടെ നാട്ടിലെ പല ആളുകളും ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത്. വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആമസോണിൽ നിന്ന് നമ്മൾ പഠിക്കണം. അവർ വളരെ സിമ്പിളായിട്ടാണ് ആ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്തോന്ന് അറിയില്ല, ഇവിടെ ഓഫർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഓഫർ തുടങ്ങാൻ പോകുന്നു എന്ന ആൻറ്റിസിപ്പേഷൻ മാർക്കറ്റിംഗ് ആണ് ഇവിടെ ആമസോൺ ചെയ്തേക്കുന്നത്. ഓഫർ തുടങ്ങണം എന്ന് പറഞ്ഞാൽ പോരെ ഇന്ന് മുതൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അതല്ല ആമസോൺ ചെയ്തേക്കണേ. അതിന് ഒരാഴ്ച മുമ്പേ തന്നെ ആൻറ്റിസിപ്പേഷൻ കൊടുക്കുകയാണ്. ആൻറ്റിസിപ്പേഷൻ മാർക്കറ്റിംഗ് എന്നാണ് അതിന് പറയുക. പലരും ലോഞ്ച് മാർക്കറ്റിംഗ്, പല പേരുകൾ ഇതിന് പറയുമെങ്കിലും പെട്ടെന്ന് മനസ്സിലാവാൻ ആളുകളുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കിയെടുക്കുക. ഓഫർ വരാൻ പോകുന്നു, അതിനുവേണ്ടി തയ്യാറാവാൻ വേണ്ടിയിട്ടാണ്. തയ്യാറാകുക എന്ന് പറഞ്ഞാൽ എന്താ? കാശൊക്കെ റെഡിയാക്കി വെച്ചോ, ഓഫർ വരാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഓഫറെങ്കിൽ 12-ാം തീയതി പറഞ്ഞാൽ പോരാ ഓഫർ ഉണ്ടെന്ന്. അതിക്ക് ഒരാഴ്ച മുമ്പേ പറയണം. 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുക്കണം. നമുക്കറിയാം മൂവീസിൻ്റെ, സിനിമയുടെയൊക്കെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡ്യൂസർ ഇത്രയും കോടികൾ ഇറക്കിയിട്ട് നിസ്സാര സമയമാണ് ഇവർക്ക് ഈ കാശ് തിരിച്ചു പിടിക്കാൻ ടൈം കിട്ടുള്ളൂ. സിനിമാക്കാരുടെ ഒരു പ്രശ്നം അവിടെയാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ വിൽക്കാം, പക്ഷെ ഒരു സിനിമ വർഷം മുഴുവനും വിൽക്കാൻ പറ്റില്ല. ആ റിലീസ് ചെയ്ത് 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ ഫണ്ട് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് പോയി. അത് ആദ്യ ആഴ്ചയിൽ തന്നെയാണ് അറൗണ്ട് 70% റവന്യൂ തന്നെ. പിന്നെ അതിനുശേഷമൊക്കെ അത് പതിയെ ഇടിയും. ഓരോ മൂവീസ് റിലീസായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ സിനിമാക്കാർക്ക് നമ്മളെപ്പോലുള്ള ബിസിനസ്സുകാർ ചെയ്യുന്ന രീതി, നമ്മളെപ്പോലെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ ത്രൂ ഔട്ട് വർഷം മുഴുവൻ വിൽക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്കത്ര ടെൻഷനില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യ ഒരാഴ്ച തന്നെ കാശ് പിടിച്ചില്ലെങ്കിൽ ഈ എമൗണ്ട് ഇവർ ഇറക്കിയ കാശ് ഇവർക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അവിടെ സിനിമാക്കാർ ഹോളിവുഡിലൊക്കെ ഉപയോഗിക്കുക. അത് തന്നെ നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു, അത്ര തന്നെ. ഹോളിവുഡിൽ അവർ യൂസ് ചെയ്യുന്ന ആൻറ്റിസിപ്പേഷൻ മാർക്കറ്റിംഗ് ആണ്. സിനിമ റിലീസിന് മുമ്പേ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ പലതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എപ്പോഴും സിനിമ റിലീസിന് ഒരു 1-2 ആഴ്ച മുമ്പൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ക്ലിപ്പ് ലീക്കായി എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കും. അത് അവർ തന്നെ ലീക്കാക്കണതാണ്. അത് എന്നാലാണ് ഇതൊക്കെ സ്പ്രെഡായിട്ട് ആളുകളുടെ ഇടയിൽ സംസാരം വരുള്ളൂ. ആ ഒരു ബസ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അതിന് പറയുന്നത്. ബസ് മാർക്കറ്റിംഗ് എന്നും പറയാറ്. അതായത് ആ റിലീസിൻ്റെ അന്ന് നമ്മൾ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. ഇത് വരാൻ പോകുന്നുണ്ട്, റെഡി ആയിട്ട് നിന്നോ, ഈ മാസം ഇത്രാം തീയതിയാണ് ലോഞ്ച് അല്ലെങ്കിൽ റിലീസ് അല്ലെങ്കിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അത് ആ ഡേറ്റിന് മുമ്പേ തന്നെ ആൻറ്റിസിപ്പേഷൻ കൊടുക്കുകയാണ് ആമസോൺ ഇവിടെ ചെയ്തേക്കണേ. ഹോളിവുഡിൽ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതിയാണ്. അപ്പോൾ അത് നമുക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഓൺലൈനിൽ നിങ്ങൾ പരസ്യം കൊടുക്കേണ്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ പറയാം,
ഓഫറിൻ്റെ അന്നല്ല നിങ്ങളിത് പറയണ്ടേ, ആ ഓഫർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക. അപ്പോൾ ആമസോണിൻ്റെ ഈ ഒരു ഓഫർ ടെക്നിക്കിൽ നിന്ന് ആമസോൺ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, ആമസോൺ മാത്രമല്ല ഇതേപോലെയുള്ള മറ്റ് കമ്പനികളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കസ്റ്റമേഴ്സ് ആക്ഷൻ എടുക്കണമെങ്കിൽ ഒരു പ്രത്യേക റീസൺ വേണം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓൺലി ഫോർ പ്രൈം മെമ്പേഴ്സ്. പ്രൈം മെമ്പേഴ്സിന് മാത്രമാണ് ഈ ഓഫറുള്ളൂ. അതായത് നിങ്ങൾ പ്രൈമിൽ ജോയിൻ ചെയ്താൽ മാത്രമാണ് ഒരു എക്സ്ക്ലൂസിവിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുക. ഒരു പ്രത്യേക വിഭാഗത്തിന്, എല്ലാവർക്കും ഇല്ല, പ്രത്യേക വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു പ്രത്യേക സ്പെഷ്യലാവും. ആർക്കും എപ്പോൾ വന്നാലും കിട്ടണ ഒരു സാധനമാണെങ്കിൽ അതൊരിക്കലും സ്പെഷ്യലല്ല, അത് റെഗുലർ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഓൺലി ഫോർ പ്രൈം മെമ്പേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം, അത് നമുക്ക് പ്രൈം മെമ്പർഷിപ്പ് ഒന്നുമില്ല, നമുക്ക് അങ്ങനത്തെ സർവീസ് ഒന്നുമില്ല, അപ്പോൾ നമ്മളെങ്ങനെ, നമുക്കും ചെയ്യാൻ പറ്റും, എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് സ്ത്രീകളുടെ ചുരിദാറാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത് ഒരു പ്രത്യേക ഒരു ഷെയ്ഡ്, ഒരു കറുപ്പ് അങ്ങനത്തെ ഒരു ഷെയ്ഡിനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അടുത്ത് ആകെ 15 പീസുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു എക്സ്ക്ലൂസിവിറ്റി അവിടെ ഒരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലി ഫോർ 15 പീപ്പിൾ എന്ന് പറയാം. കാരണം ആകെ 15 എണ്ണമാണ് നമ്മുടെ അടുത്തത് സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ 15 ആദ്യം വരുന്ന 15 പേർക്കാണ് ഈ ഓഫർ ലഭിക്കുക. അവിടെ നമുക്ക് എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്, കൺസ്യൂമർ സൈക്കോളജി. കാരണം ആളുകൾ ആക്ഷൻ എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ അവർക്ക് വേണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വ്യായാമം ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത്. 1/2 മണിക്കൂർ ഡെയിലി നടന്നു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. ആരും അതിൽ ചിലപ്പോൾ തർക്കം പറയൂല. പക്ഷെ എന്തുകൊണ്ട് ആളുകളത് ചെയ്യണില്ല? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാരണം അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് ആളുകൾ ആക്ഷൻ എടുക്കുള്ളൂ. ഭൂരിപക്ഷം ആളുകളും, വളരെ ചുരുക്കം ആളുകളാണ് ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും രോഗം വരാൻ നേരത്ത് ഡോക്ടർ പറയും, ഇനി വ്യായാമം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, അധികകാലം പോവില്ല, ഈ വണ്ടി അധികകാലം ഓടില്ല എന്ന് പറയാൻ നേരത്ത് അപ്പം തന്നെ ചാടി അണിച്ച് പിന്നെ എക്സസൈസ്, കാര്യങ്ങൾ, ഡയറ്റ് ഒക്കെ നോക്കി തുടങ്ങണം. എന്താ, അപ്പോൾ ഒരു റിയൽ റീസൺ അവർക്ക് കിട്ടി, ആക്ഷൻ എടുക്കാനുള്ള റിയൽ റീസൺ അവിടെ കിട്ടി. അപ്പോൾ ഈ റീസൺ ഉണ്ടായാലാണ് മനുഷ്യർ ആക്ഷൻ എടുക്കുകയുള്ളൂ, ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ടാണ് ഇവിടെ ഓരോ റീസൺസ് കൊടുത്തേക്കുന്നത് ഓഫറിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മൾ എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്തു. പ്രത്യേക വിഭാഗം കസ്റ്റമേഴ്സിന് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ, ഇനി അത് കുറച്ചുള്ളൂ എന്ന് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചതാണ് എപ്പോഴും ടൈം ലിമിറ്റഡ് ആയിരിക്കണം, എന്നാലാണ് ആളുകൾക്ക് അർജൻസി ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഭൂരിപക്ഷം ആളുകൾ ആക്ഷൻ എടുക്കണമെങ്കിൽ ഒരു പ്രത്യേക റീസൺ വേണം. 14-ാം തീയതി ഓഫർ തീരാൻ പോയാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആക്ഷൻ എടുത്തു. അതാണ് ഇവിടെ 12 to 14 കൊടുത്തേക്കുന്നത്. അത് രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം. പിന്നെ എപ്പോഴും ഒറിജിനൽ പ്രൈസ്, പ്രീവിയസ് പ്രൈസ് വെട്ടിയിട്ട് ക്രോസ് ചെയ്തിട്ട് അതിനോട് ചേർത്ത് തന്നെ ഓഫർ പ്രൈസ് കാണിക്കണം. എന്നാലാണ്, താരതമ്യം ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരെണ്ണം മാത്രമായിട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഈ ഒന്നിനെ വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ ഓൾഡ് പ്രൈസ് കൂടുതലാണ്, ഇപ്പോൾ ന്യൂ പ്രൈസാണ്, ന്യൂ പ്രൈസിൽ വേണമെങ്കിൽ വാങ്ങിച്ചോ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പഠിച്ചതാണ് സിമ്പിളായിരിക്കണം ഓഫർ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ എന്തെല്ലാം നമ്മൾ പഠിച്ചെന്ന് ആലോചിച്ച് നോക്കി. ഇതിവർ വെറുതെ കൊടുത്തേക്കണതല്ല, ഇതിൻ്റെ പുറകിലൊക്കെ റിസർച്ചൊക്കെ നടത്തിയിട്ട് ചെയ്തേക്കണതാണ്. അപ്പോൾ നിങ്ങളുടെ ഓഫറിലും ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 365 ദിവസത്തെ ഓഫറൊന്നും കൊടുക്കരുത്. പറയുമ്പോൾ നല്ല രസമുണ്ട്, ആളുകൾ ആക്ഷൻ എടുക്കില്ല. മനുഷ്യരങ്ങനെയാണ്. വ്യക്തമായിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഇല്ലെങ്കിൽ ആളുകൾ ആക്ഷൻ എടുക്കില്ല. അത് മൊത്തത്തിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നവരുള്ളൂ. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിൽ അധിക പേരും ആ ഒരു 0.1% വന്ന ആളുകളല്ല, റെഗുലർ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊരു റീസൺ നിങ്ങളായിട്ട് വിട്ടുകൊടുക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.